ഇതൊരു മെട്രോ സിറ്റിയാണ്. പ്രായപൂർത്തി ആണയും പെണ്ണും ഒരുമിച്ച് നിൽക്കാം. താനൊരു കോണയും കാണിക്കില്ല. നീ ഇത് എവിടെയായിരുന്നു? ഞാൻ കടയിൽ പോയച്ചതാണല്ലോ. എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു? ഫോൺ എടുത്തിട്ടുണ്ടായില്ല. ആ കൊള്ളാം, ഒരു ആവശ്യത്തിന് വിളിച്ച് കിട്ടിയില്ല. പിന്നില്ലേ അവിടെ എന്താണ് നിറച്ച ആൾക്കൂട്ടം? എന്താണ് അവിടെ ആൾക്കൂട്ടോ? മൊത്തം പ്രശ്നമായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. എന്താ ഞാൻ കാര്യം? പറയാറില്ലേ ആ മോളുടെ പയ്യൻ അവിടെ ഒരു പെങ്കൊച്ചു വരാറെന്ന് പറയാറില്ലേ, അവനൊരു പെങ്കൊച്ചിനെ വിളിച്ച് കയറ്റി. അതെ, ഞാനും സുധാകരനും മുനീറെ കൂടിയായി നമ്മൾ കയറി പിടിച്ചു. ഇതേ കാണും. നിങ്ങൾ എന്തിനാ വീഡിയോ ഒക്കെ എടുക്കാൻ പോയത്? വീഡിയോ എടുത്തത് എന്തിനാന്നാ? ഞാൻ ഈ റെസിഡൻസിന്റെ പ്രസിഡന്റ് ആണ്. ഞാൻ ഇവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തോളം ഇതൊന്നും നടക്കൂല, ഇവിടെ നടത്തിക്കേയില്ല. ആ ദേ വരണല്ലോ, ഉച്ചക്കണിക്കണം നിന്റെ മോൻ. നീ ഇവിടുത്തെ വല്ല കാര്യം അറിയണണ്ടാ? എന്താണ്? എന്താന്നാ? നിങ്ങൾ ആ ഫോണൊന്നും അങ്ങോട്ട് അവന് കൊടുക്ക്. ഞാൻ പറയുമ്പോഴല്ലേ വിശ്വസിക്കത്ത്. നോക്ക്, ആ ചെറുക്കനൊരു പെങ്കൊച്ചിനെ വിളിച്ച് വീട്ടിൽ കയറ്റി. ഇതാണാ കൊച്ച്? നീയെങ്ങാനും ഇതുപോലെ വല്ലതും കാണിച്ചാ മുട്ടാലിയാൻ തല്ലി പിടിക്കും. ഞാൻ പറയുമ്പോഴെന്ന് ആരും വിശ്വസിക്കണില്ല. എല്ലാരും പറയും ഞാൻ വെറുതെ പറഞ്ഞാന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ല, ഇപ്പൊ കണ്ണി കിടപ്പോ വിശ്വാസമായില്ല. ആ ടോണി ബ്രോ, ഞാനൊരു രാശാടോ. ഹലോ. ആ രാശ പറ. രാശേ, താൻ എവിടെ ഉണ്ട് ഇപ്പൊ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. തൻ്റെ പെണ്ണിനെയും ഒരു പയ്യനെയും കൂടി ഇവിടെ റൂമിൽ നിന്ന് വിളിച്ചിറക്കിയിട്ട് നാട്ടുകാർ ചെറിയ സീനാക്കിയിട്ടുണ്ട്. ഒരാൾ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്താളെ നമുക്കറിയാം, അതൊന്നും പുറത്തൊന്നും പോയൊന്നുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പോലെ കൃത്യമായിട്ട്. ഇപ്പോൾ തന്നെ വിളിച്ചു പറയേണ്ട ഒരു സീനുണ്ടല്ലോ, അതുകൊണ്ട് വിളിച്ചാണ്. താൻ എന്തായാലും ഒന്ന് അന്വേഷിക്കേ കേട്ടാ. ശരി എന്നാ, ഓക്കെ. ഒന്ന് വരാമോ? ഇതും എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങൾക്കെല്ലാം നിൻ്റെ ഒരു ഉത്തരം ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതിനിപ്പോൾ നീ എന്ത് ഉത്തരം തന്നാലും. എടി, നിന്നെ ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ടല്ലേ എടി കണ്ടിട്ടുള്ളൂ? നല്ലൊരു ഫ്രണ്ടായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ നിന്നോടല്ലേ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വരുമ്പോൾ അത് ഇതും എനിക്കെല്ലാം അറിയാം. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. പിന്നെ നിന്നോട് ഞാനൊന്നും ചോദിക്കാത്ത എന്താണെന്നറിയോ? എനിക്ക് വയ്യ എൻ്റെ മുമ്പിൽ നീ ഈ മുഖമായിട്ട് വന്ന് നിൽക്കുന്ന കാണാൻ. ഇതും എനിക്കൊന്നും സംസാരിക്കാനില്ല. നിന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കൂടെ ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്നൊരു ഫ്രണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു നിനക്ക് എന്നോട് പറയാറുന്നത് ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് പറയായിരുന്നു. എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ?
എന്ത് അഭിനയമായിരുന്നു അഭിനയ നീ. എന്ത് വിശ്വാസമായിരുന്നു എനിക്ക് നിന്നെ. നീ ഒന്നും പറയണ്ട, നിന്റെ മനസ്സിലുള്ളത് ഞാൻ എപ്പോഴേ കേട്ടു. എടാ, അവൾക്ക് അവനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴെങ്കിലും നിനക്ക് എന്നെ ഓർക്കായിരുന്നില്ലേടാ. ഞാൻ നിന്നെ എങ്ങനെയൊക്കെ സ്നേഹിച്ചതാ. നിന്റെ ആഗ്രഹങ്ങൾക്ക് എപ്പോഴെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടോ? കെയർ ചെയ്യാതിരുന്നിട്ടുണ്ടോ? എന്നെ എന്തിനാടാ? എന്നെ പോലെ അവനവൾക്ക് പറ്റുമോ? ഇല്ല, പറ്റില്ലടാ. പറ്റുമായിരുന്നെങ്കിൽ അവള് നിന്നെ വിട്ടു പോവില്ലായിരുന്നടാ. എന്താടാ ഒന്നും പറയാതെ? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പറ. എടാ, നിന്നെ പോലും ഒരുത്തനെ സ്നേഹിച്ചാൽ എനിക്ക് എന്നോട് വെറുപ്പ് തോന്നടാ. പറയാൻ മാത്രം ഞാൻ എന്ത് പറ്റും? നിന്റെ ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ അഭിനയ, ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും. എടാ, എനിക്ക് നിന്നെ പോലെ വലിയ ലോകവിവരോ ഐഡിയോളജീസോ ഒന്നും അറിഞ്ഞൂടാ. ഞാനൊരു സാധാരണ പെൺകുട്ടിയാ. എന്നെ സ്നേഹിക്കണവരെ കണ്ണും പൂട്ടി തിരിച്ച് സ്നേഹിക്കാനേ എനിക്ക് അറിയൂ. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് എന്നെ കളഞ്ഞു വേറെ ആളുടെ കൂടെ എങ്ങനെയാടാ? എന്തിനാടാ? പറ, എന്താ കാരണം? നിനക്ക് ബോറടിച്ച് കാണുമല്ലേടാ? പക്ഷെ അങ്ങനെയൊന്നുമില്ല. എടാ, നിനക്ക് എന്റെ അടുത്തുനിന്ന് കിട്ടാതെ എന്താടാ അവളുടെ അടുത്ത് കിട്ടിയേ? പറയടാ, മാറാ. ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ ഒരാൾക്കും നിന്നെ സ്നേഹിക്കാൻ പറ്റൂലടാ. എടാ, നിനക്ക് എന്താടാ വേണ്ടെന്ന് പറ. ഞാൻ നിന്നെ സന്തോഷിപ്പിച്ച പോലെ വേറെ ആർക്കും നിന്നെ സന്തോഷിപ്പിക്കാൻ പറ്റില്ലടാ. പറ്റില്ല. എടാ, എന്തേലും ഒന്ന് പറ. ഹർഷ, 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 ഹർഷ.
ഹർഷ ഹർഷ എന്താ ഹർഷ ഹർഷ എന്താ പറ്റി